Hello friends, welcome to my channel Schedules Crochet. ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു ഗ്രാനി സ്ക്വയർ പാറ്റേൺ ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. ഇത് വളരെ പഴക്കമുള്ളൊരു പാറ്റേൺ ആണ്. 1500 ആ ഒരു പീരിയഡിൽ തുടങ്ങിയിട്ട് ഗ്രാനി സ്ക്വയർ പാറ്റേൺ യൂസ് ചെയ്യുന്നതാണ്. ഇതിങ്ങനെ ചെയ്തിട്ട് ഇത് അസംബിൾ ചെയ്യുമ്പം ഒരുപാട് പീസസ് ഇതുപോലെ ചെയ്തിട്ട് ഇതിനെ സിംഗിളായിട്ട് നമ്മൾ വിളിക്കുന്നത് മോട്ടീവ്, അങ്ങനെയാണ്. സ്ക്വയർ മോട്ടീവ്, ഇത് സ്ക്വയർ ഷേപ്പിലായത് കാരണം സ്ക്വയർ മോട്ടീവ് എന്ന് പറയും. ഇതിങ്ങനെ അസംബിൾ ചെയ്തിട്ട് നമുക്കൊരു ഷോളായിട്ടോ ബ്ലാങ്കറ്റായിട്ടോ ബേബി ബ്ലാങ്കറ്റായിട്ടോ അല്ലെങ്കിൽ ടേബിളിൻ്റെ കവറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഒരുപാട് പാറ്റേൺസിൽ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഈ ക്ലസ്റ്റർ ഇങ്ങനെ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ഒരുമിച്ചിടുന്നതിൻ്റെ പേര് ഗ്രാനി സ്ക്വയർ പാറ്റേൺ, അങ്ങനെയാണ് ഇത് പറയുന്നത്. വളരെ ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കണ്ടല്ലോ ആദ്യത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഡബിൾ ക്രോഷേ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡബിൾ ക്രോഷേ ചെയ്യാൻ അറിയുമെങ്കിൽ ഗ്രാനി സ്ക്വയർ പാറ്റേൺ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. സോ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അത് ബെല്ലൈക്കൻ, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ എനിക്ക് വേറൊരു ചാനലുണ്ട്, ഷെയ്സാസ് ക്രോഷേ എന്നാണ് അതിൻ്റെ പേര്. അതിൽ ഇംഗ്ലീഷിലാണ് ഞാൻ ആ വീഡിയോസൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് വിസിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ഇഷ്ടപ്പെട്ട വീഡിയോസിന് ലൈക്ക് കൊടുക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതിന് വേണ്ടിയിട്ട് 2 യാൺസ് എടുത്തിട്ടുണ്ട്, വൈറ്റ് ആൻഡ് റെഡ്. പിന്നെ ഹുക്ക് സൈസ് 3 mm ഹുക്ക് സൈസ്. ഇത് രണ്ടും 100% അക്രിലിക് യാണാണ്, ഹരിരി ബ്രാൻഡ് യാൻ. അപ്പോൾ ഇതിന് നമ്മൾ വൈറ്റ് കളറായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യമേ ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. ചെയിൻ 1 2 3 4 5. ഇവിടെ നമുക്ക് 5 ചെയിൻസ് ഉണ്ട്. എന്നിട്ട് ആദ്യത്തെ ചെയിനിൽ ഹുക്ക് അങ്ങനെ വെച്ചിട്ട് തന്നെ ആദ്യത്തെ ചെയിനിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ഈ യാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഈ 2 ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ പുറത്തേക്ക് എടുക്കുന്നു. എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നമുക്കൊരു സർക്കിൾ കിട്ടി, ഒരു റൗണ്ട് കിട്ടി. അതിനുശേഷം നമുക്ക് 3 ചെയിൻ ഇടാം. 1 2 3 3 ചെയിൻ ഇട്ടു. ഇത് ഒരു ഡബിൾ ക്രോഷേ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അതിനുശേഷം ഒന്ന് യാൺ ഓവർ ഇങ്ങനെ ചെയ്തിട്ട് ഈ സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് യാൺ ഇങ്ങനെ പുള്ളപ്പ് ചെയ്തെടുത്ത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി യാൺ ഓവർ ചെയ്ത് ഇങ്ങനെ ഉള്ളിൽ കൂടെ എടുത്ത് ആദ്യത്തെ 2 ലൂപ്പും വിട്ടു. അഗെയിൻ ഒന്നും കൂടി യാൺ ഓവർ ഇങ്ങനെ എടുത്ത് ഈ 2 ലൂപ്പിനുള്ളിൽ കൂടി നമ്മളിങ്ങനെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ 2 ഡബിൾ ക്രോഷേസ് കിട്ടി. അഗെയിൻ അതുപോലെ തന്നെ മൂന്നാമത്തത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇടാം. അത് കഴിഞ്ഞിട്ട് ചെയിൻ 3 1 2 3 അഗെയിൻ യാൺ ഓവർ. അതുപോലെ തന്നെ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് അതിൻ്റെ ഉള്ളിലിടാം. 1 2 3 അഗെയിൻ 3 ചെയിൻ. ഇനി 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇടാം. 1 2 and 3. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ യാണിങ്ങനെ തന്നെ ഈ റൗണ്ട് യാണില്ലേ ഇതിനോട് കൂടെ തന്നെ ചേർത്ത് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഇത് അതിൻ്റെ ഉള്ളിൽ തന്നെ പോകും. അപ്പോൾ പിന്നെ എക്സസ് ആയിട്ട് വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ കുറച്ചും കൂടി സെക്യൂർഡ് ആയിട്ടിരിക്കും നമ്മളുടെ സ്റ്റിച്ച്. അപ്പോൾ അഗെയിൻ ഒന്നും കൂടി 3 ചെയിൻ ശേഷം യാൺ ഓവർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് 3 ഡബിൾ ക്രോഷേസ്. 1 2 and 3. അത് കഴിഞ്ഞിട്ട് 3 ചെയിൻ 1 2 3. ഈ ഫസ്റ്റ് 3 ചെയിൻസ് നമ്മൾ ഇട്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ചെയിനിൽ ഏറ്റവും ടോപ്പിലത്തെ 1 2 3 ടോപ്പിലത്തെ ചെയിനിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ പുള്ള് ചെയ്ത് അതിങ്ങനെ ഇപ്പുറത്തെ ചെയിനിൽ കൂടെ എടുക്കും. ഇത് നമ്മളിപ്പോൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ചെയിൻ 1 2 3 4 4 ചെയിൻ ഇട്ടു. 3 ചെയിനല്ല 4 ചെയിൻ ഇട്ടു. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് യാൺ ഓവർ ചെയ്ത്
ഇതിപ്പോൾ നാല് കോർണറാണ്. നമ്മളിപ്പോൾ 4 1 2 3 4 3 ഡബിൾ ക്രോഷേസ് ഇട്ടു. എന്നിട്ട് 4 കോർണേഴ്സും കിട്ടി നമുക്ക്. സ്ക്വയറാണത്, ഗ്രാനി സ്ക്വയർ പാറ്റേൺ ആണ്. അപ്പോൾ 4 കോർണേഴ്സ് കിട്ടി. ഇതിന് ശേഷം നമ്മൾ ഇതിപ്പോൾ ആദ്യത്തെ കോർണർ യാൺ ഓവർ ചെയ്തിട്ട് ഇവിടെ 3 ഡബിൾ ക്രോഷേസ് 1 2 3 അത് കഴിഞ്ഞ് 3 ചെയിൻ 1 2 3. അപ്പോൾ അഗൈൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ 3 ഡബിൾ ക്രോഷേസും കൂടി ഇടും. 1 2 3. അതിനുശേഷം ഇവിടെ പോയി ഈ കോർണർ സെറ്റ് ചെയ്തു. 3 ഡബിൾ ക്രോഷേ 3 ചെയിന്, എന്നിട്ട് പിന്നെ 3 ഡബിൾ ക്രോഷേ. അടുത്ത കോർണറിലോട്ട് പോകുമ്പോൾ നമുക്കിവിടെ ഒരു സെപ്പറേഷൻ വേണം. അതിന് ഒരു ചെയിനാണ് ഇടുന്നത്. അതിനുശേഷം അടുത്ത കോർണറിൽ ഇതേപോലെ തന്നെ 3 ഡബിൾ ക്രോഷേ 1 2 3 ചെയിൻ 3 അഗൈൻ 3 ഡബിൾ ക്രോഷേ 1 2 3. അഗൈൻ എൻ്റെ സെപ്പറേഷന് വേണ്ടിയിട്ട് നമ്മളൊരു ചെയിൻ ഇടാം. അഗൈൻ ഇതിൻ്റെ ഉള്ളിൽ 3 ഡബിൾ ക്രോഷേസ് 1 2 3 ചെയിൻ 3. അഗൈൻ ഇൻസൈഡ് 3 ഡബിൾ ക്രോഷേസ് 1 2 3 ചെയിൻ 1. അഗൈൻ നമുക്കിപ്പോൾ ലാസ്റ്റ് ഒരു കോർണർ മാത്രമേ ഉള്ളൂ. ഈ 1 2 3 കോർണേഴ്സ് നമ്മൾ ചെയ്തു. അപ്പോൾ ഇതിനകത്ത് 1 2 3 3 ഡബിൾ ക്രോഷേ ഇട്ടു. അതിനുശേഷം ചെയിൻ 3 യാൺ ഓവർ. അഗൈൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഡബിൾ ക്രോഷേ. അഗൈൻ ഒന്നും കൂടി ഒരു ഡബിൾ ക്രോഷേയും കൂടി. ഇപ്പോൾ ഓൾറെഡി നമ്മളിവിടെ 4 ചെയിൻ ഇട്ടിട്ടായിരുന്നല്ലോ ഇത് തുടങ്ങിയത്, ഈ സെക്കൻഡ് റോ തുടങ്ങിയത്. അപ്പോൾ ഇവിടെ നമുക്ക് സെപ്പറേഷന് വേണ്ടി നമ്മളിവിടെ ഇട്ടതെല്ലാം ഒരു ചെയിനാണ്. അപ്പോൾ ഈ 1 2 3 മൂന്നാമത്തെ 3 ചെയിൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡബിൾ ക്രോഷേ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ മൂന്നാമത്തെ ചെയിനിൽ നമ്മളിങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടും. ഇങ്ങനെ ഉള്ളിലിട്ട് ഈ യാണ് ഇതിൽ കൂടെ നമ്മളിങ്ങനെ വലിച്ച് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ ഇത് ജോയിൻ്റായി. അപ്പോൾ ഇവിടെ 4 ചെയിൻ ഇട്ടത് കാരണം 3 നമ്മളൊരു ഡബിൾ ക്രോഷേ ആയിട്ടും ഒരു ചെയിൻ ഇതിൻ്റെ സെപ്പറേഷനുമായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു സ്ക്വയറായിട്ട് നമുക്കിവിടെ കിട്ടി. അതിനുശേഷം ചെയിൻ 3 1 2 3 യാൺ ഓവർ. ഈ ചെയിൻ 1 സ്പേസ്, ഇത് 4 കോർണേഴ്സ് ആണല്ലോ. 3 ഡബിൾ ക്രോഷേ 3 ചെയിൻ 3 ഡബിൾ ക്രോഷേ, ഒരു സ്പേസിൻ്റെ ഉള്ളിൽ വന്നത് ഒരു കോർണർ. അങ്ങനെ 4 കോർണർ സെറ്റ് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് 4 സ്പേസുമുണ്ട്. ചെയിൻ 1ൻ്റെ 4 സ്പേസുമുണ്ട്. അപ്പോൾ ഈ ചെയിൻ 1 സ്പേസിൽ നമ്മൾ ഓൾറെഡി ഇവിടെ 3 ചെയിൻസ് ഉണ്ട്. അപ്പോൾ അത് ഡബിൾ ക്രോഷേ. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷേയും കൂടി ഇടും. 1 2. അതിനുശേഷം ഒരു ചെയിൻ ഇട്ടിട്ട് നമ്മൾ ഈ കോർണറിലോട്ട് എൻ്റർ ആവും. എന്നിട്ട് ഈ കോർണറിൻ്റെ ഉള്ളിൽ 3 ഡബിൾ ക്രോഷേ 1 2 3 ചെയിൻ 1 2 3. അഗൈൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ 3 ഡബിൾ ക്രോഷേസ് ഇടും. 1 2 3. പിന്നെ സെപ്പറേഷന് വേണ്ടി ഒരു ചെയിനും, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ 3 ഡബിൾ ക്രോഷേസും. ഇതിൻ്റെ ഉള്ളിൽ 2 ഡബിൾ ക്രോഷേ കൂടിയിട്ട് പിന്നെ സെപ്പറേഷന് വേണ്ടിയിട്ട് ഒരു ചെയിനും, പിന്നെ ഈ കോർണറിൽ സെയിം 3 ഡബിൾ ക്രോഷേ 3 ചെയിൻ 3 ഡബിൾ ക്രോഷേ 3 ഡബിൾ ക്രോഷേ 1 2 3 3 ചെയിൻ again 3 ഡബിൾ ക്രോഷേ. ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കോർണർ വരെ ഇവിടെ ചെയിൻ 1 ഇട്ട് ഇവിടെ 3 ഡബിൾ ക്രോഷേ, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ 3 ഡബിൾ ക്രോഷേ ചെയിൻ 1, പിന്നെ 3 ഡബിൾ ക്രോഷേ 3 ചെയിൻ 3 ഡബിൾ ക്രോഷേ, ഇതിൻ്റെ ഉള്ളിൽ ചെയിൻ 1 3 ഡബിൾ ക്രോഷേ ചെയിൻ 1 3 ഡബിൾ ക്രോഷേ. അതേപോലെ തന്നെ നമ്മൾ ഇവിടം വരെ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഞാൻ 3 ഡബിൾ ക്രോഷേ 3 ചെയിൻ 3 ഡബിൾ ക്രോഷേ ഇട്ടു. ഇനി ഈ സെപ്പറേഷന് വേണ്ടിയിട്ട് ഒരു ചെയിൻ ഇട്ടതിന് ശേഷം നമ്മളിവിടെ 1 2 3 തേർഡ് ചെയിനിൽ 1 2 3 മൂന്നാമത്തെ ചെയിനിൽ ഇൻസേർട്ട് ചെയ്ത് ഈ ആണിങ്ങനെ ഫുൾ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കും. അപ്പോൾ നമുക്കിവിടെ റോ 1 2 3 3 റോസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇതിപ്പോൾ സ്ക്വയർ ആയിട്ട് വരുന്നുണ്ട്.
റൈറ്റ്. ഇതേപോലെ തന്നെയാണ് നമുക്ക് എത്ര റോസ് വേണോ അത്രയും റോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഇപ്പം നമ്മളിവിടെ ഒരു 1 2 3 4 ചെയിൻസ് ഇട്ടിട്ട് yarn over ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ 3 ഡബിൾ ക്രോഷേ 1 2 3 ഇട്ടു. അതിനുശേഷം ഒരു ചെയിൻ, കാരണം ഇതിൻ്റെയും സെപ്പറേഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ചെയിനാണ്. കോർണറിൽ മാത്രം 3 ചെയിൻ നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്ത് വലിയൊരു സ്ക്വയറായിട്ട് നമുക്ക് കിട്ടും. ആ കിട്ടുന്നത് നമുക്കൊരു ടേബിളിൻ്റെ കവറായിട്ടോ അങ്ങനെ എന്തെങ്കിലും സോഫ സെറ്റി അങ്ങനെ എന്തെങ്കിലും കവറായിട്ടോ അല്ലെങ്കിൽ ബേബി ബ്ലാങ്കറ്റായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. അല്ല ചെറിയ ചെറിയ മോട്ടീവ്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു 5 റോസൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതിന് നമ്മൾ മോട്ടീവ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ മോട്ടീവ്സിനെ പല കളറിൽ ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോൾ, ബ്ലാങ്കറ്റ് അങ്ങനെ പലതും ചെയ്യാൻ പറ്റും. കുഞ്ഞു വാവകളെ പുതയ്ക്കാനുള്ളത് ബ്ലാങ്കറ്റായിട്ടാണ് പറയുന്നത്. പിന്നെ ഷോൾസ് നമുക്ക് വേണമെങ്കിൽ അതേപോലെ തന്നെ കവേഴ്സായിട്ട് എന്തെങ്കിലും ടേബിളിൻ്റെ അങ്ങനെ കവറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മളൊരു ചെയിൻ ഇട്ടു. അത് കഴിഞ്ഞ ശേഷം ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഞാനിപ്പം 5 റോ ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 5 റോ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ നമ്മൾ 3 ഡബിൾ ക്രോഷേ ഇട്ടിട്ടായിരുന്നു 3 ചെയിൻ ഇട്ടിട്ടായിരുന്നു തുടങ്ങിയത്. അപ്പോൾ ചെയിൻ 1 തേർഡ് ചെയിനിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇവിടെ ഇത് കട്ട് ചെയ്യുവാണ്. അപ്പോൾ അതിന് മുമ്പേ ഒരു ചെയിൻ ഇട്ട് നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ആണിങ്ങനെ ഇതിനകത്ത് ഹൈഡ് ചെയ്യാം. ഈ ഹുക്ക് യൂസ് ചെയ്തിട്ട് തന്നെ ഈ ചെയിനിലൂടെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ഇതിങ്ങനെ അപ്പുറത്തോട്ട് വലിച്ചു. അതിനുശേഷം ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ ഇപ്പുറത്തോട്ട് അങ്ങനെ റാൻഡമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ വലിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി സെക്യൂർഡായിട്ട് വരും. എന്നിട്ട് നമുക്കിത് കുറച്ച് ഒരു 2-3 ചെയിൻസ് പാസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിനെ പറയുന്നതാണ് മോട്ടീവ്, സ്ക്വയർ മോട്ടീവ് അങ്ങനെയാണ് പറയുന്നത്. ഈ പാറ്റേൺ ഗ്രാനി സ്ക്വയർ പാറ്റേൺ. ഇനി അടുത്ത കളർ എങ്ങനെ ഇതിൽ ജോയിൻ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടി കളേഴ്സ് വേറെ കളർ യൂസ് ചെയ്തിട്ട് ചെയ്യണമെങ്കിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് ഇവിടെ നമുക്ക് കോർണറിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ കോർണറിലാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കോർണറിൽ ഇങ്ങനെ ഇതിൻ്റെ സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഈ ഹുക്കിങ്ങനെ ഞാൻ വലിച്ചിങ്ങനെ എടുത്തു. അപ്പോൾ എനിക്ക് 2 ലൂപ്പ് കിട്ടി ഹുക്കിൽ. അപ്പോൾ yarn ഓവർ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇട്ടു. അപ്പോൾ അതൊരു സിംഗിൾ ക്രോഷേ ആയി. അതിന് ശേഷം 2 ചെയിനും കൂടി ഇടാം. 1 2. അപ്പോൾ ഈ 3 ചെയിൻസ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഡബിൾ ക്രോഷേ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് ഈ yarn ഇങ്ങനെ ഈ സ്റ്റിച്ചിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ നേരെ നമുക്ക് പിടിക്കാം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ 2 ഡബിൾ ക്രോഷേ സെയിം ആദ്യത്തെ റോ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ. അപ്പോൾ 3 ഡബിൾ ക്രോഷേ കിട്ടി. പിന്നെ ചെയിൻ 3 കോർണർ അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം അതേപോലെ തന്നെ 3 ഡബിൾ ക്രോഷേ പിന്നെയും ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇട്ടു. അപ്പോൾ ഒരു കോർണറായി 1 2 പിന്നെ തേർഡ് വൺ. അപ്പോൾ നമ്മളിവിടെ ഒരു കോർണർ പിന്നെയും നമ്മൾ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സെപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെയിൻ ഇടും. പിന്നെയും ഈ സ്റ്റിച്ചിങ് തന്നെ പിടിച്ചതിന് ശേഷം ഈ ഒരു ചെയിനിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ തുടങ്ങിയപ്പോൾ ഒരു ചെയിനേ ഉണ്ടായിരുന്നില്ല ഇൻ ബിറ്റ്വീൻ. ഇപ്പം ഈ കോർണറിൻ്റെ ഇടയ്ക്ക് 1 2 3 3 ചെയിൻസ് 3 ക്ലസ്റ്റേഴ്സ് വന്നു. ഈ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് ഒരുമിച്ചിരിക്കുന്നതിന് നമ്മളൊരു ക്ലസ്റ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ 3 ഡബിൾ ക്രോഷേസ് ഇടാം. ആദ്യത്തെ റൗണ്ട് പോലെ തന്നെ നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. 1 2 3. ഇവിടെ ഈ അറ്റത്തെത്തി. ഇനിയിപ്പോൾ ഒരു ചെയിനും കൂടി ഇട്ടിട്ട് ഈ സെപ്പറേഷൻ ഇവിടെ ഒരു ചെയിൻ വേണമല്ലോ, അപ്പോൾ അതിനൊരു ചെയിൻ ഇട്ടിട്ട് തേർഡ് ചെയിനിൽ 1 2 3 തേർഡ് ചെയിനിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ഇതിങ്ങനെ പുൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ചായി. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ രണ്ടാമത്തെ ഇപ്പോൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ തുടങ്ങാൻ കുഴപ്പമില്ല. ചെയിൻ 4 1 2 3 ഒരു ചെയിനും കൂടി ഇട്ടിട്ട് yarn ഓവർ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ 3 ഡബിൾ ക്രോഷേ ഇട്ടിട്ട് പഴയതുപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിവിടെ കളർ ചേഞ്ച് ചെയ്യാൻ പോവുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു ചെയിന് അത് കഴിഞ്ഞു പോയി ഒരു ചെയിൻ ഇട്ടല്ലോ, ഇട്ട് കഴിഞ്ഞിട്ട് ഈ മൂന്നാമത്തെ ചെയിനിൽ നമ്മളിങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. ചെയ്തതിന് ശേഷം ഈ വൈറ്റ് കളർ ഞാനിങ്ങനെ എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് അത് ഇതിൽ കൂടെ ഇങ്ങനെ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുത്തതിന് ശേഷം അത് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ ഈ വൈറ്റ് കളർ യാണിലിടുമ്പം ഇട്ടിട്ട് ഈ വൈറ്റ് കളർ യാൺ ഒന്ന് താഴോട്ട് വലിക്കുമ്പോൾ ഇത് കുറച്ചും കൂടി മുറുകി കഴിഞ്ഞിട്ട് ഇപ്പം ഈ റെഡ് കളർ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്, അതങ്ങനെ താഴോട്ട് വിടാം. നമുക്കത് എടുക്കണ്ട. അപ്പോൾ അതിങ്ങനെ മാറ്റി പുറകിലാക്കി ഇങ്ങനെ വെക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ വൈറ്റ് കളർ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വൈറ്റ് കളർ എക്സസ് ആയിട്ടുള്ള ഈ ടെയിലാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്ത് 3 ചെയിൻ ഇടാം. 1 2 3. ഓൾറെഡി നമ്മളൊരു ചെയിൻ ഇട്ടായിരുന്നു, അപ്പോൾ നമുക്കിവിടെ 4 ചെയിൻസ് കിട്ടി. യാൺ ഓവർ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് 3 ഡബിൾ ക്രോഷേസ് ഇടാം. പഴയതുപോലെ തന്നെ 3 ഡബിൾ ക്രോഷേ, 3 ചെയിൻ, 2 3 ഡബിൾ ക്രോഷേ, 3 ചെയിൻ. അഗൈൻ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് 3 ഡബിൾ ക്രോഷേസ് ഇടാം. 1 2 പിന്നെ 3. എന്നിട്ട് പഴയ പോലെ തന്നെ ചെയിൻ 1 ഇതിൻ്റെ ഉള്ളിലെല്ലാം ഓരോ 3 ഡബിൾ ക്രോഷേസ് ഈ സ്പേസിൽ കോർണറിൽ 3 ഡബിൾ ക്രോഷേ, 3 ചെയിൻ, 3 ഡബിൾ ക്രോഷേ, അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ചിലെത്തി. ഇവിടെ നമുക്ക് റെഡ് കളർ ഇവിടെ ഞാൻ താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ചെയിൻ ഇട്ട് കഴിഞ്ഞ് ഈ 3rd സ്റ്റിച്ചിൽ ഇവിടെ നമുക്ക് 2 ഡബിൾ ക്രോഷേയും കൂടി വേണം. അതും കൂടി ഇട്ടിട്ട് 1 രണ്ടാമത്തെ ഡബിൾ ക്രോഷേ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഈ 3rd ചെയിനിൽ 1 2 3 3rd ചെയിനിൽ യാണിങ്ങനെ ഹുക്ക് ചെയ്ത് ഈ റെഡ് കളർ യാൺ ഇതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഈ വൈറ്റ് കളർ ഇതിൽ കൂടെ ഇങ്ങനെ പുള്ള് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. അതിനുശേഷം ഈ റെഡ് കളർ യാൺ എടുത്തിട്ട് ഒരു ചെയിൻ, എന്നിട്ട് ഈ വൈറ്റ് കളർ ഇങ്ങനെ താഴേക്ക് വലിക്കുമ്പോൾ ഇവിടെ ഒരു കെട്ടായി. ഓക്കെ, ഇങ്ങനെ. അതിനുശേഷം നമ്മൾ സെയിം ലൈക്ക് ബിഫോർ 3 ചെയിൻ, 1 2 3, 1 more ചെയിൻ, 4 യാൺ ഓവർ ഇവിടെ 3 ഡബിൾ ക്രോഷേ, 3 ചെയിൻ ആൻഡ് 3 ഡബിൾ ക്രോഷേ. അതേ പാറ്റേൺ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് കളർ ചേഞ്ച് ചെയ്യേണ്ട ലൈക്ക് മെത്തേഡ്സ്. ഒരു മെത്തേഡ് നമുക്ക് കട്ട് ചെയ്തിട്ട് ചെയ്യാം, അപ്പോൾ ഈ യാണിങ്ങനെ കാണത്തില്ല. രണ്ടാമത്തെ മെത്തേഡ് കട്ട് ചെയ്യാതെ തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. പുറകിൽ ഇപ്പോൾ കണ്ടിട്ട് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്ത പോലെ കട്ട് ചെയ്തിട്ട് ചെയ്തായിരിക്കും കുറച്ചും കൂടി വൃത്തിയായിട്ടുണ്ടാവുക. ചെയിൻ 1 അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ സ്ലിപ്പ് ഓഫ് ചെയ്യാം. ഈ എക്സസ് ആയിട്ടുള്ള യാൺ നമുക്കിതിൽ ഇങ്ങനെ ഹൈഡ് ചെയ്യാം.